സെൽഫ് ഇൻട്രൊഡക്ഷൻസ് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലേ? എങ്ങനെയാണ് നിങ്ങളെ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തേണ്ടത് എന്നറിയാമോ? ഇംഗ്ലീഷിൽ എങ്ങനെയാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ സിമ്പിൾ ഇംഗ്ലീഷ് ലെസണിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യമായിട്ട് ഒരാളെ പരിചയപ്പെടുമ്പോൾ നമ്മൾ അവരോട് ഒരു സംഭാഷണം തുടങ്ങാൻ വേണ്ടി എന്താ പറയേണ്ടത്? ആദ്യം നമ്മൾ എന്ത് പറയും? ആദ്യം നമ്മൾ നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഉദാഹരണത്തിന് ഞാനും നിങ്ങളും ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നതെങ്കിൽ ഞാൻ ഇങ്ങനെ പറയും, ഹലോ, ഐ എം സൂര്യ, യു ആർ? ആ യു ആർ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് പറയാം. അല്ല, ഞാൻ ഹലോ ഐ എം സൂര്യ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പറയാം ഹലോ ഐ എം നന്ദു. അത്ര സ്ട്രെയിറ്റ് ഫോർവേഡും ലളിതവുമാണ്. ഇതാണ് ഏതൊരു കോൺവെർസേഷൻ്റെയും തുടക്കം. ഇത് നമ്മൾ ഇതിനു മുന്നേ പരിചയപ്പെട്ടിട്ടില്ലാത്തതും നമുക്ക് പേരറിയില്ലാത്തതുമായിട്ടുള്ള ഒരാളുമായി ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ പറയേണ്ടതാണ്. ഇനി നമ്മൾ ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ട്, പക്ഷേ പേര് മറന്നുപോയി. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാവാറുണ്ടല്ലോ, എനിക്കുണ്ടാവാറുണ്ട്. അപ്പം നമ്മൾ പറയും ഹലോ, മിസ്ഡ് യുവർ നെയിം, വാട്ട് വാസ് യുവർ നെയിം അഗൈൻ? ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഓ സോറി, ഐ മിസ്ഡ് യുവർ നെയിം. അല്ലെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പറയാം, ഐ എം സോറി, ഐ ഫൊഗോട്ട് യുവർ നെയിം, യു ആർ. എങ്ങനെ പറയും? ഐ എം സോറി, ഐ ഫൊഗോട്ട് യുവർ നെയിം, യു ആർ എന്ന് പറയും. അത് പൊളൈറ്റാണ്, അതിൽ മോശമൊന്നുമില്ല അങ്ങനെ പറയുന്നത്. അപ്പം നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടു. ഇനി എൻ്റെ ഒരു സുഹൃത്തിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരണമെങ്കിൽ അത് ഞാൻ എങ്ങനെ പറയും? ഉദാഹരണത്തിന് എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ പറയും ദിസ് ഇസ്, പിന്നെ സുഹൃത്തിൻ്റെ പേര്, ദിസ് ഇസ് അഞ്ജു. അല്ലെങ്കിൽ പറയും മീറ്റ് അഞ്ജു, ഷീ ഈസ് മൈ ഫ്രണ്ട്. മീറ്റ് ആളുടെ പേര്, പിന്നെ കൂട്ടിച്ചേർക്കാം എൻ്റെ സുഹൃത്താണെന്ന്. മനസ്സിലായല്ലോ? അപ്പം നമുക്ക് കൂടെ നിൽക്കുന്ന ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. പ്ലീസ് മീറ്റ് അഞ്ജു, അല്ലെങ്കിൽ ദിസ് ഈസ് അഞ്ജു, പിന്നെ ഷീ ഈസ് മൈ ഫ്രണ്ട്. ഒരു കാര്യം കൂടി ചേർക്കാം നമുക്ക്, അഞ്ജു എന്ത് ചെയ്യുന്നു? അപ്പോൾ നമുക്കറിയാം ഷീ ഈസ് എ ഡാൻസർ. ആളുടെ ജോലിയും കൂടി നമുക്ക് പറയാം. പിന്നെ നമ്മൾ കോൺവെർസേഷനിലേക്ക് കടക്കും. അങ്ങനെ എല്ലാം കൂടി നമ്മൾ ഇതുവരെ എന്തൊക്കെയാണ് നോക്കിയത്? ഞാൻ എൻ്റെ പേര് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പേര് എന്നോട് പറഞ്ഞു. പേര് ഞാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ? ഐ എം സോറി, ഐ ഫൊഗോട്ട് യുവർ നെയിം, യു ആർ എന്ന് പറഞ്ഞ് കറക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളെ ആദ്യം പരിചയപ്പെട്ടപ്പോഴേ ഹലോ ഐ എം സൂര്യ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞു? ഓ ഹലോ ഐ എം ശ്രുതി. അപ്പോൾ ഞാൻ എന്ത് തിരിച്ചു പറയും? പ്ലഷർ മീറ്റിംഗ് യു ശ്രുതി, അല്ലെങ്കിൽ നൈസ് ടു മീറ്റ് യു ശ്രുതി. രണ്ട് കാര്യം, പ്ലഷർ മീറ്റിംഗ് യു ശ്രുതി അല്ലെങ്കിൽ നൈസ് ടു മീറ്റ് യു ശ്രുതി. അപ്പോൾ ഒരുപിടി കാര്യങ്ങളായില്ലേ? ഈ കാര്യങ്ങൾ വളരെ ബേസിക് ആയിട്ട് നമുക്കൊരു ഇൻട്രൊഡക്ഷനിൽ ആവശ്യമുള്ളതാണ്. ഇതിൽ പിന്നെ ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? ഈ പറയുന്നതൊക്കെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി നമ്മളങ്ങ് പറയണം. നമ്മളിത് പറയുമ്പം ഉച്ചത്തിൽ സംസാരിക്കണം, അല്ലാതെ നമ്മളിങ്ങനെ പതുക്കെ. തെറ്റ് വരുവാണെങ്കിൽ അങ്ങ് വരട്ടെ. 1-2 വട്ടം വീട്ടിൽ ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് ഇനി അടുത്തൊരവസരം കിട്ടുമ്പോൾ ആരോടെങ്കിലും ഇങ്ങനെ സംസാരിച്ച് നോക്കുക. വീഡിയോ തന്നെ 1-2 തവണ കാണുക. അപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും. ഇൻട്രൊഡക്ഷൻസിനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോ സീരീസ് ഇനിയും ഉണ്ടാവും സിമ്പിൾ ഇംഗ്ലീഷിൽ. ആൻഡ് കീപ് വാച്ചിങ് സിമ്പിൾ ഇംഗ്ലീഷ് ആൻഡ് ലേൺ വിത്ത് മീ, സൂര്യ.